ഈ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത് ഒരു essay ആണ് Clausius clapeyron equation, and this essay is related to the phase transition, especially the first order phase transition. ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് Clausius clapeyron equation. ഇത് സാധാരണഗതിയിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്ന് ചോദിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇത് തനിച്ച് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഡിറൈവ് ദ Clausius clapeyron equation തന്നെ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ എനിവേ ഇതൊരു എസ്സേ പാർട്ടാണ്. അപ്പം നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷനെ കുറിച്ച് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു ഐസോതേർമൽ ഐസോബാറിക് പ്രോസസ്സാണ്. അവിടെ ഹീറ്റ് അബ്സോർപ്ഷൻ ഓർ ലിബറേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയവും വോളിയവും എൻട്രോപ്പിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രിലിമിനറി കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ Clausius clapeyron ഇക്വേഷൻ്റെ ഡെറിവേഷനിലേക്ക് വരാനായിട്ട്. പിന്നെ നമ്മൾ ഗിബ്സ് ഫംഗ്ഷൻ്റെ കേസിൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഗിബ്സ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആയ വോളിയവും എൻട്രോപ്പിയും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഫേസ് ട്രാൻസിഷൻ പോയിന്റിൽ ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഫേസ് ട്രാൻസിഷൻ പോയിന്റിനെ നമ്മൾ ഒന്നുകിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെയല്ല ഈ മെൽറ്റിംഗ് പോയിന്റ് ആയാലും ബോയിലിംഗ് പോയിന്റ് ആയാലും the quantity of heat absorbed അല്ലെങ്കിൽ liberated എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. അതായത് ഐസ് ടു വാട്ടർ, വാട്ടർ ടു ഐസ് കൺവേർഷനകത്താണ് നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വരുന്നത്. ദെൻ വാട്ടർ ടു സ്റ്റീം ആൻഡ് സ്റ്റീം ടു വാട്ടറിനകത്ത് നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും വരും. That is usually represented by the letter capital L. സോ നമ്മളൊരു ഐസ് ടു വാട്ടർ കൺവേർഷൻ എടുത്തു കഴിഞ്ഞാൽ ഐസ് വാട്ടർ ആകുമ്പോഴത്തേക്ക് ഓർഡേർഡ് സ്റ്റേറ്റിൽ നിന്ന് ഡിസോർഡേർഡ് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ്. അതുകൊണ്ട് സെക്കൻഡ് ഫേസിൻ്റെ എൻട്രോപ്പി കൂടുതലായിരിക്കും, ഫസ്റ്റ് ഫേസിൻ്റെ എൻട്രോപ്പി കുറവായിരിക്കും. അവിടെ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് S2 മൈനസ് S1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു L/T. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച എൻട്രോപ്പിയുടെ എക്സ്പ്രഷൻ തന്നെയാണ്. എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ്. dQന് പകരം നമ്മൾ L എന്ന് പറയുന്ന ലേറ്റൻറ്റ് ഹീറ്റിന് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു L/T. ഇത് നമ്മൾ പറഞ്ഞിട്ട് വേണം നമ്മൾ, കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് Clausius clapeyron ഇക്വേഷൻ ഫൈനൽ ഫോമിൽ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് L/T ആണ്. ദെൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷനിൽ G എന്ന് പറയുന്നത് ഗിബ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇപ്പോൾ സപ്പോസ് dG1 represents the Gibbs function, that is the Gibbs function per unit mass. സാധാരണ ഗിബ്സ് ഫംഗ്ഷനെ നമ്മൾ ക്യാപിറ്റൽ G കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗിബ്സ് ഫംഗ്ഷൻ പെർ യൂണിറ്റ് മാസ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് സ്മോൾ g1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ dG1 is equal to dG2 during the first order phase transition. That is dG1 can be represented as minus S1 dt plus V1 dP, and dG2 is minus S2 dt plus V2 dP. ഇതൊക്കെ അറിയാമല്ലോ, ഇതൊന്നും കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇൻ ടേംസ് ഓഫ് ഗിബ്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് എൻട്രോപ്പിയും അല്ലെങ്കിൽ എങ്ങനെയാണ് എൻട്രോപ്പിയും വോളിയവും ഗിബ്സ് ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വേറ്റ് ചെയ്യാം. ദെൻ റീഅറേഞ്ച് ചെയ്യുന്നു, അതായത് എൻട്രോപ്പിയുടെ ടേം എല്ലാം ഒരു സൈഡിലും വോളിയത്തിൻ്റെ ടേം എല്ലാം മറ്റേ സൈഡിലുമായിട്ട് റീഅറേഞ്ച് ചെയ്യുന്നു. ദെൻ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ അതിനകത്തുനിന്ന് dP/dt കണ്ടുപിടിക്കുന്നു. സോ dP/dt is equal to S2 minus S1 by V2 minus V1. But S2 minus S1 is already obtained as L/T. Okay, so therefore dP/dt is equal to, substituting the value of S2 minus S1, we can write it as L/T into V2 minus V1. So this expression dP/dt is equal to L/T into V2 minus V1 is called Clausius clapeyron equation. അപ്പോൾ ഇതാണ്
ആ എസ്സേയുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് നിങ്ങൾ ടെക്സ്റ്റൊക്കെ നോക്കിയിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ 3rd മൊഡ്യൂള് തീരുകയാണ്. ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളോടും നന്ദി അറിയിക്കുകയാണ്. നന്നായിട്ട് പഠിച്ച് പരീക്ഷ വരുമ്പോൾ എഴുതുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ.